അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. الصلاة والسلام عليك يا سيدي يا رسول الله بيدي قلت حيلتي أدركني يا رسول الله يا حبيب الله. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാവുക എന്നുള്ളത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്, തൗഫീഖാണ്. അള്ളാഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരെ പരിചയപ്പെടുത്തിയപ്പോൾ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഒരുപാട് സ്വഭാവങ്ങൾ അവർക്ക് പറയുന്നുണ്ട്. അതിൻ്റെ മൂന്നാം ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളും രണ്ട് വീഡിയോകളിലായിട്ടും മറ്റുമൊക്കെ നാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് വിനയത്തോടെ നിങ്ങളോടൊക്കെയും അറിയിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അള്ളാഹു പറയാണ്, മുഅ്മിനീങ്ങൾ അഥവാ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ അവർ പ്രാർത്ഥിക്കുന്നവരാണ്. എന്താണ് അവരുടെ പ്രാർത്ഥന? അവരുടെ പ്രാർത്ഥന എന്താണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. ജഹന്നമിൻ്റെ ശിക്ഷ ഞങ്ങളെ തൊട്ട് നീ തിരിച്ചു കളയണേ. അതിൻ്റെ ശിക്ഷ വളരെ ഗൗരവമേറിയതാണ്. ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. അതിൻ്റെ ആ ഒരു സ്ഥലം വളരെ മോശമാണ്. അത് അപകടം പിടിച്ച സ്ഥലമാണ്. അതുകൊണ്ട് ജഹന്നമിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കല്ലേ അല്ലാ. അതിൻ്റെ ശിക്ഷ ഇന്ന അദാബഹ യുലാസിമു സ്വാഹിബഹു. എക്കാലത്തും അതിൻ്റെ ചൂടേൽക്കേണ്ടി വരുന്ന ഒരു ശിക്ഷയാണ്. ഇന്ന ജഹന്നമ ശർറു ഖറാരിൻ വ ഇഖാമ. ജഹന്നമിൻ്റെ ശിക്ഷ അത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്, പ്രയാസം നിറഞ്ഞതാണ് എന്നൊക്കെയാണ് അതിൻ്റെ ഒരു വിശദീകരണം. ഈ ഒരു പ്രാർത്ഥന നടത്തുന്നവരാണ് ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിമകളെന്ന്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെന്ന് അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ജഹന്നം എന്ന നരകത്തിൻ്റെ ശിക്ഷ അത് വളരെ കൈപ്പേറിയതാണ്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, യുതാ ബി ജഹന്നമ യൗമൈദിൻ ലഹാ സബ്ഊന അൽഫ സിമ. 70,000 പിടുത്തം ആ ജഹന്നം എന്ന നരകത്തിന് ഉണ്ടാകും. അങ്ങനെയാണ് ജഹന്നമിനെ കൊണ്ടുവരുക്കപ്പെടുക. ജഹന്നം എന്ന നരകത്തെ കൊണ്ടുവരുമ്പോൾ അതിന് 70,000 പിടുത്തം ഉണ്ടാകും. മാ കുല്ലി സിമാമിൻ സബഊന അൽഫ മലക്കിൻ. ഓരോ പിടുത്തത്തിൻ്റെ മേലിലും 70,000 മലക്കുകളും ഉണ്ടാകും. യജുറൂനഹ, എന്നിട്ട് ആ മലക്കുകൾ അതിനെ വലിച്ചു കൊണ്ടുവരും എന്ന് സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്.
ഖുർആൻ പറയുന്നുണ്ട്, ഇതാ كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي. എത്ര ഗൗരവമാണ് അത്. ആ ജഹന്നം കൊണ്ടുവരുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. അതാണ് സൂറത്തുൽ ഫജ്റിൻ്റെ അവസാനത്തെ ആയത്തുകളിൽ നിന്ന് നമ്മൾ കേട്ടത്. മാത്രമല്ല, അല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു നരകവാസിക്ക് ഉള്ള ശിക്ഷ എന്താണ്? ഏറ്റവും ചെറിയ ഒരു ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന അഹ്വന അഹ്ലിന്നാരി അസാബൻ യൗമൽ ഖിയാമ. ഏറ്റവും കുറഞ്ഞ ശിക്ഷ കിട്ടുന്നത് ഒരു മനുഷ്യനാണ്. ലറജുലുൻ യൂളഉ ഫി അഖ്മസി ഖദമിഹി ജംറജാൻ. അവൻ്റെ കാലിൻ്റെ ഉള്ളൻ കാലിൽ തീയിനാലുള്ള 2 കട്ടകൾ വെക്കപ്പെടും. യഗ്ലി മിൻഹുമാ ദിമാഗുഹു. ആ മനുഷ്യൻ എൻ്റെ കാലിൻ്റെ അടിയിൽ ആ തീക്കട്ട വെച്ചാൽ അവൻ്റെ തലച്ചോറിങ്ങനെ ഇളകി മറിയും. മാ യറാ അന്ന അഹദൻ അശദ്ദു മിൻഹു അദാബ വ അന്നഹു ലഅഹ്വനുഹും അദാബ. ആ മനുഷ്യൻ്റെ കാഴ്ചയിൽ അത് വലിയ ശിക്ഷയാണ്. എന്നാൽ അവിടെ ശിക്ഷിക്കപ്പെടുന്നവരിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ശിക്ഷയാണ് ആ മനുഷ്യന് ലഭിച്ചിട്ടുള്ളത്. അപ്പം അത്ര ഗൗരവമാണ്. തലച്ചോറ് തിളച്ചു മറിയാം. നാറുല്ലാഹിൽ മൂഖജ അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം ഉസദ ഫീ അമദിൻ മുമദ്ദദ. അല്ലാഹു പറയുന്നുണ്ട്, ആ തലച്ചോറ് തിളച്ചു മറിയുന്ന അത് കത്തിപ്പാളുന്ന ഒരവസ്ഥ നരകത്തിലുണ്ട് എന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. മാത്രമല്ല, നരകത്തീ നമ്മുടെ ശരീരത്തിൽ പിടികൂടുന്നത് എങ്ങനെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. മിൻഹും മൻ തഖുദു ഉന്നാർ ഇലാ ഖഅബൈ. ഞരിയാണി വരെ തീയിനാൽ മൂടും. അങ്ങനത്തെ ചില ആളുകളുണ്ട്. മിന്നും മൈൻ തഖുദു ഇലാ റുക്ബതൈ. അവൻ്റെ മുട്ടിൻകാല് വരെ മൂടുന്നവരുണ്ട്. മിൻഹും മൻ തഖുദു ഇലാ ഉജ്സതിഹി. അവൻ്റെ അരക്കെട്ട് വരെ മൂടുന്നവരുണ്ട്. മിൻഹും മൻ തഖുദു ഇലാ തർക്കുവതിഹി. അവൻ്റെ തൊണ്ടക്കുഴി വരെ മൂടുന്നവരുണ്ട്. തീ വന്നിട്ട് തീയിങ്ങനെ വന്ന് അത് കാല് വരെ മൂടും, മുട്ടുംകാല് വരെ മൂടും. അത് ആദ്യം ഞെരിവാണി വരെ മൂടും, പിന്നെ മുട്ടുംകാല് വരെ മൂടും, പിന്നെ അരക്കെട്ട് വരെ മൂടും, പിന്നെ അവൻ്റെ തൊണ്ടക്കുഴി വരെ മൂടും. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മളോട് പറഞ്ഞത്. മിറാജിൻ്റെ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടു. എന്നിട്ട് പറഞ്ഞു, ലൗ തഅലമൂന മാ അലമു. ഞാൻ അറിഞ്ഞത് നിങ്ങളെങ്ങാനും അറിയുമായിരുന്നെങ്കിൽ, ഞാൻ കണ്ടത് നിങ്ങൾ കാണുമായിരുന്നെങ്കിൽ, ലളഹിക്തും ഖലീലാ. നിങ്ങൾ കുറച്ചേ നിങ്ങൾക്ക് ചിരി വരുള്ളൂ. വല ബഖൈതും കസീറാ. ധാരാളം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നരകത്തിൻ്റെ ആ ഒരു ഭയാനകത സ്വഹാബത്ത് പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു ഞങ്ങൾ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഹൽ തദ്റൂന മഹാദ. ഈ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വ റസൂലു അഅലം. അല്ലാഹു റസൂലും ഏറ്റവും അറിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഹാദാ ഹജറുൻ റുമിയ ബി ഫിന്നാരി മുൻദു 70 ഖരീഫാ ഫഹുവ യഹ്വി ഫിന്നാരി ഹത്ത ഇൻതഹാ ഇലാ കഹ്രിഹാ ഫസമിതും വജ്ബതഹാ.
70 കൊല്ലം മുമ്പ് ഒരു കല്ല് നരകത്തിലേക്ക് അള്ളാഹു ഇട്ടു. അതതിൻ്റെ അടിയിൽ പതിച്ചത് ഇപ്പോഴാണ്. അപ്പോൾ ഇത് 70 കൊല്ലം സമയമെടുത്തു ആ നരകത്തിൻ്റെ അടിയിലേക്ക് ആ കല്ലെത്താൻ. അപ്പം നരകത്തിൻ്റെ ആ ഒരു വിശാലത എത്രയാണ്, അതിൻ്റെ ആഴം എത്രയാണ്, ഇത് മനസ്സിലാക്കാനാണ് ഈ ഒരു സംഭവം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൻ്റെ ആ ഭയാനകമായ അവസ്ഥ പറഞ്ഞല്ലോ, ഫത്തകുന്നാറ വലൗ ബിശിക്കി തംറ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം കേട്ടോ, ഒരു കാരക്കൻ്റെ കീറുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നരകത്തിൻ്റെ ആ തീയുണ്ടല്ലോ, ആ തീയിനെ പറ്റി അള്ളാഹിൻ്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖന്നാറ ഫഔഖദഹ അൽഫ ആം അത്തഹ്മറത്. 1000 കൊല്ലം ആ നരകത്തിലുള്ള തീയിനെ അള്ളാഹു കത്തിച്ചപ്പോൾ അത് ചുവന്ന നിറമായി. സുമ്മ ഔഖദഹ അൽഫ ആം ഹത്ത ബിയല്ലത്തു, വീണ്ടും 1000 കൊല്ലം കത്തിച്ചപ്പോൾ അത് വെളുത്തു. സുമ്മ ഔഖദഹ അൽഫ ആമിൻ ഹത്ത സ്വദത്ത്, പിന്നെ വീണ്ടും 1000 കൊല്ലം കൂടെ കത്തിച്ചപ്പോൾ അത് കറുത്ത് ഇരുണ്ടുപോയി. ആദ്യം ചുവന്നത്, പിന്നെ വെളുത്തു, പിന്നെ കറുത്തു. ഫഹിയ സൗദാഉ, ഇത് കറുത്തതാണ്. ഇതുപോലെ കുല്ലല്ലൈലിൽ മുദ്ലിമി, ഇരുണ്ട രാത്രികൾ നമുക്ക് കാണാറുണ്ട് എന്ന പോലെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ദുആ ചെയ്യുക. നിങ്ങളുടെയൊക്കെ ദുആ ആവശ്യമാണ്. ഈ നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നമുക്കും ഈ നന്മയിൽ പങ്കുചേരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.